മുത്തങ്ങയിൽ 825 ഫാമിലി എൻക്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനുള്ള ഈ 2014 നിൽപ്പ് സമരത്തിന് ശേഷമുള്ള പാക്കേജിൽ ഒരു 657 പേരെ അപേക്ഷ കൊടുത്തിട്ടുള്ളൂ. അത് ഒരു ചെക്ക് ലിസ്റ്റായിട്ട് ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിൽ 289 പേർക്ക് ഒരു പട്ടയം കൊടുത്തിട്ടുള്ളൂ. ഈ പട്ടയം കൊടുത്ത ലാൻഡിൽ പകുതിയിലധികം വാസയോഗ്യമോ കൃഷിയോഗ്യമല്ല. രണ്ടാമത്തെ ഈ പണിയ വിഭാഗങ്ങളൊന്നും തന്നെ പട്ടയമേള നടന്നുകൊണ്ട് അവർ പോയി സ്ഥിരതാമസമാക്കണമെന്നില്ല. എൻ്റെ അറിവിൽപ്പെട്ടെടുത്ത് ഒരു 50-60 കുടുംബങ്ങളൊക്കെ ആ ലാൻഡിലുള്ളൂ. അപ്പോൾ ആ നിലയിൽ ഗൗരവമുള്ളൊരു പാക്കേജായി ഇതൊരു ആദിവാസി പുനരധിവാസ മിഷൻ്റെ ഭാഗമാക്കി ഗവൺമെൻറ് മാറ്റിയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക്സ് 50 അത് 2001 കണക്കായിരുന്നു. അതിൽ കുറേയധികം ആളുകൾ സ്വയമേവ ഭൂമിയിൽ എൻക്രോച്ച് ചെയ്തിട്ടൊക്കെ വയനാട്ടിൽ ഭൂമി പ്രവേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടൊരു ആർല ഫാമിൽ കൊടുത്തതൊക്കെ. എന്തായാലും എൻ്റെ ഒരു റഫ് എസ്റ്റിമേറ്റിൽ പട്ടയമേള ഗവൺമെൻറ് നടത്തിയത് തന്നെ ഒരു 15,000-നും 12,000-നും ഇടയിൽ കുടുംബങ്ങൾക്ക് ലാൻഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ CPM-ൻ്റെ നേതൃത്വത്തിൽ തന്നെ കയ്യേറിയതും മറ്റൊക്കെയായിട്ടുള്ള ആൾക്ക് തന്നെ കൈവശരേഖ പോലുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ലാൻഡ്ലെസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം പിന്നീടും വലിയ മാറ്റമില്ലാതെ തുടങ്ങുന്നു. അതിനുശേഷം പിന്നൊരു ജനറേഷൻ വന്നു ഫാമിലി എന്നുള്ളത്. അതുകൊണ്ട് ഭൂരഹിതരായിട്ടുള്ള എണ്ണം ഇപ്പോഴും ഏതാണ്ട് അഖില കേരള അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള സ്ഥിതിവിവരക്കണക്ക് ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇപ്പം പിണറായി സർക്കാരിൻ്റെ ഒരു പ്രയോറിറ്റി അതിദരിദ്രർക്ക് മാത്രം പ്രൊമോഷൻ മതി എന്നുള്ളൊരു ഗവൺമെൻറ് എത്തിയുകൊണ്ട് എണ്ണത്തിൽ കുറച്ച് കാണിക്കുക എന്നുള്ളതാണ് റവന്യൂ വകുപ്പിൻ്റെ ഒരു ലൈൻ. ഉദാഹരണത്തിന് അവർ വയനാട്ടിൽ 7,000 ഭൂരഹിതരേ ഉള്ളൂ എന്നൊരു കണക്കെടുത്തുകൊണ്ട് വെച്ചാൽ 1 സെൻറ്റ് പോലും ഇല്ലാത്തവർ. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഗെയിം മാത്രമാണ്. നമുക്കിപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഭൂമി എന്നുള്ള നിലയിൽ ഭൂമി കൊടുക്കണം. അതിപ്പോൾ കണ്ണൂർ ആർല ഫാമിൽ 21 സെൻറ്റ് വരെ നിയമപരമായി ലാൻഡ് ഹോൾഡിംഗ് ഉള്ളവർക്ക് 1 ഏക്കർ ഭൂമി അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൃഷി ചെയ്ത് ജീവിക്കാനാണല്ലോ. അപ്പോൾ ആ നിലക്ക് കേന്ദ്രം വിട്ടുകൊടുത്ത ഭൂമി കേരളത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. പാലക്കാട് ജില്ലയിൽ 6,000 ഏക്കർ ഭൂമി കിടപ്പുണ്ട്, നെല്ലിയാമ്പതിയിലുണ്ട്. അങ്ങനെ ഭൂമി ഏറ്റെടുക്കണം. പിന്നെ ഈ പറയുന്ന ബോഗസായ രേഖകളിലൂടെ കൈവശം വെച്ചിരിക്കുന്ന എസ്റ്റേറ്റുകൾ മുഴുവൻ ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റെടുക്കാവുന്നതാണ്. ഇപ്പം ഉരുൾപൊട്ടൽ ആളുകൾക്ക് എടുക്കാൻ നിർബന്ധിക്കപ്പെട്ടല്ലോ. ഇപ്പോൾ വയനാട്ടിൽ ഏതാണ്ട് 60-ഓളം എസ്റ്റേറ്റുകൾ, അതെല്ലാം വ്യാജരേഖകളിലാണ്. ബ്രഹ്മഗിരി എസ്റ്റേറ്റ്, ഇത് ഏറ്റെടുക്കുന്നതിനൊരു തടസ്സവുമില്ല. ഗവൺമെൻറ് ഇച്ഛാശക്തി വേണം. ഉരുൾപൊട്ടലുകാർക്ക് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് കൊടുക്കാമല്ലോ. അതിലും വലിയ ദുരന്തം, ചരിത്രപരമായ ദുരന്തം അനുഭവിച്ചവരാണ് ഈ പണിയരും അടിയൂരെല്ലാം തന്നെ. അടിമക്കച്ചവടത്തിന് ഉൾപ്പെടെ വിധേയമാരാണ്. ആഭ്യന്തരമായും പുറത്തും വിൽക്കപ്പെട്ടവരാണ്. ഇവിടുത്തെ പണിയരല്ല, മറ്റ് ദളിത് വിഭാഗങ്ങളൊക്കെ. അപ്പോൾ അവരോട് കാണിക്കേണ്ട ഒരു ആധുനിക സമൂഹത്തിൻ്റെ ഒരു മര്യാദയാണത്. റെപ്പറേഷൻ എന്ന് പറയുന്നത്, നഷ്ടപരിഹാരം. അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം പുതിയൊരു പുനരധിവാസവും ഒരു ലാൻഡിനെ അപ്രോച്ച് ചെയ്യേണ്ടത്.